അത് കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ അവിടെ പിന്നെ സ്കൂളിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ അവിടെ വയ്ക്കണമെന്നൊന്നും അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. അതൊക്കെ നമുക്ക് ഒരു പൊതു കാര്യമല്ലേ. നിങ്ങളും ഈ കുട്ടികൾക്ക് ഫണ്ട് കിട്ടട്ടെ എന്നുള്ള നിലപാടെടുക്ക്. നമ്മുടെ കുട്ടികളല്ലേ, നമ്മളെന്തിനാണ് ഈ ഫണ്ട് കളയണത്? സാങ്കേതികം പറയും നമുക്കൊരു ബുദ്ധിപരമായും പിന്നെ അടവുപരമായും നല്ലത് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് തരാതിരിക്കാൻ നോക്കുക. അവരത് പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് അവർ കേരള വിദ്യാഭ്യാസ ഞാൻ പറഞ്ഞല്ലോ അതിനെതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഈ ഫണ്ട് വാങ്ങി കുട്ടികൾക്ക് പിന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അതിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. എന്തിനാ 1466 കോടി രൂപ നമ്മൾ കളയേണ്ട കാര്യം എന്താണ്? കുടിശ്ശിക അടക്കം SSKക്ക് തരേണ്ട ഫണ്ട്, പിന്നെ അതുപോലെ തന്നെ PM ശ്രീക്ക് പിന്നെ ഇനി നമുക്ക് യഥാർത്ഥത്തിൽ PM ശ്രീ പദ്ധതിയിലുള്ള കാര്യങ്ങളെല്ലാം കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞു. 260 സ്കൂൾ മറ്റുമാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ സ്കൂളുകളിലൊക്കെ തന്നെ ആൾറെഡി ഇപ്പോൾ ആയിക്കഴിഞ്ഞു. അവർ ഈ അടിസ്ഥാന സൗകര്യം വികസനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനം നടക്കുന്ന സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ്. കെട്ടിടങ്ങളെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലുള്ള പോലെ ഒരു കെട്ടിടം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഉണ്ടാവില്ലെന്നുള്ള ഉറപ്പാണ്. ഇവിടെ ലിഫ്റ്റുണ്ട്, എയർ കണ്ടീഷൻ, പിന്നെ AC ഉണ്ട്. പിന്നെ എത്ര 3 കോടി മുതൽ 10 ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ ഒരു കെട്ടിടം, ആ സ്ഥലത്തിൻ്റെ പേര് വാഴമുട്ടം, നമ്മളെ കോളത്തേക്ക് പോകുന്നത് 15 കോടിയാണ്. കെട്ടിത്തീരുമ്പം വിചാരിക്കും ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ കോളത്തേക്ക് പോകുന്നതായതുകൊണ്ട് ആൾക്കാർ പിന്നെ സ്ഥലം മാറി കയറുമെന്നറിയില്ല അവിടെ. അപ്പം അത്ര പിന്നെ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു പുതുമയല്ല. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്തിന് നമ്മുടെ ഒരു വിദ്യാഭ്യാസ നയമുണ്ടല്ലോ. ആ വിദ്യാഭ്യാസ നയമാണല്ലോ ഇന്നിപ്പോൾ കൊച്ചിയിൽ നടന്ന ഒരു സ്കൂളിൻ്റെ കാര്യത്തിൽ നമ്മൾ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നയത്തെ ഒന്നുകൊണ്ട് നമുക്കെല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാതെ ഒപ്പിടാൻ സംസ്ഥാന സർക്കാർ സമ്മതം അറിയിച്ചു എന്നാണ് വി ശിവൻകുട്ടി അറിയിക്കുന്നത്. CPക്ക് തീരുമാനത്തിൽ എതിർപ്പുണ്ട്. മന്ത്രിസഭയോ അല്ലെങ്കിൽ CPയോ അല്ലെങ്കിൽ LDFിലോ ഒന്നും ചർച്ച ചെയ്യാതെയാണ് തീരുമാനമെടുത്തതെന്ന് പറയുന്നത്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇതിൽ നമ്മൾ ചേരാതെ ഇരുന്നാൽ വലിയൊരു വിദ്യാഭ്യാസ ഫണ്ട്, കോടികളുടെ ഫണ്ട് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ മന്ത്രി പറഞ്ഞ പോലെ ആ ഫണ്ട് വാങ്ങിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികൾക്ക് ഫണ്ട് കിട്ടട്ടെ, എല്ലാവരും അത് കരുതണം. കാരണം നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര ഫണ്ട് ലഭിക്കുമെങ്കിൽ ആ ഫണ്ടിൻ്റെ കുറുകെ കയറി നിൽക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.